ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻ്റർ റിവിഷൻ ലീഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയുടെ 3rd and 4th ഫേസിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ 1st and 2nd ഫേസിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. ഈ രണ്ട് ക്ലാസ്സുകളും കാണുമ്പോൾ തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇനി ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കഴിഞ്ഞ ഫേസിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഈ രണ്ട് ഫേസുകളിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മുടെ അടുത്ത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ അവർക്കറിയാം, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നും വായിച്ച് വീണ്ടും ഓപ്ഷൻ വായിക്കാൻ നിൽക്കരുത്. എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്നുള്ളത് മാർക്ക് ചെയ്ത് പോകുക. ലാസ്റ്റ് ഈ സബ് ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1748 കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ പോയിൻ്റ് തെറ്റാണെന്ന് നമുക്ക് എന്ത് തന്നെ അറിയാം. ഈ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. 1748 1741 എന്ത് നടക്കുന്നത്? നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കറക്റ്റാണ് അല്ലേ? ഡച്ച് സൈന്യത്തെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ്? കുളച്ചൽ യുദ്ധത്തിലാണ്. ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇന്ത്യൻ രാജാവ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ എന്ത് ചെയ്യുന്നത്? ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തുന്നത് കുളച്ചൽ യുദ്ധമാണ്. 1741 ഓഗസ്റ്റ് 10 എന്ത് ചെയ്യുന്നത്? ഈ ഒരു യുദ്ധം നടക്കുന്നത്. ഇനി കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. തെറ്റല്ലേ? കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തികൾ അറബികളായിരുന്നു. കേരളത്തിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാരാരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരായിരുന്നു. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചു പോയിട്ടുള്ള പോയിന്റ്സാണ്. നമ്മുടെ ക്ലാസ്സിലെ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിൽ എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. ഇനി ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. കറക്റ്റ് അല്ലേ? അപ്പം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പം അത് ആരുടെ നേതൃത്വത്തിലാണ് അത് രചിച്ചത് അല്ലെ പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ നോക്കി, കേരളത്തിൽ ആദ്യം എത്തിയ വിദേശ ശക്തികൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു? അറബികളാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ കണ്ടുപിടിക്കണ്ടേ? ഓപ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെയാണ്? അതായത് 2ഉം 4ഉമാണ് എന്തെന്ന് പറയുന്നത്? ശരി എന്ന് പറയുന്നത്. 2ഉം 4ഉം, അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിലെ ആദ്യം എത്തിയ വിദേശ ശക്തികൾ ആരാണ്? അറബികളാണ്. ഇനി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യമാണെന്ത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഈ കേരള ആരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതായത് നമ്മുടെ ഇവിടുത്തെ സസ്യങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള ആരാമം എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതേപോലെ നോക്കിക്കേ, ഇത് തർജ്ജിമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. റീസെൻ്റ്ലി അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടർ KS മണിലാലാണ് എന്ത് ചെയ്യുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അദ്ദേഹത്തിന് 2020 എന്ത് ചെയ്തു? രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. ഇനി നോക്കിയേ, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറഞ്ഞ പോലെ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ്റെ പേരാണ് ഡിലനോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം കീഴടങ്ങുകയും പിന്നീട് തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിൻ്റെ ഒപ്പം ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന സൈന്യാധിപനായിരുന്നു ആര്? ഡിലനോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ വിദേശികളുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 2ഉം 4ഉമാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇത് നമുക്ക്
അറിയാവുന്ന പോയിന്റാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് PSC പ്രീവിയസ് ആയിട്ട് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട് ആരാണെന്നുള്ളത്. ഇപ്രാവശ്യം ചോദിച്ചത് ഇദ്ദേഹം ഏത് സെക്ഷനിലാണ് പ്രസിഡന്റ് ആയത് എന്നാണ്. ഏതാണ് അത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി, അമരാവതി സെക്ഷനിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ത് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത്. ഇനി നോക്കി, കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ രണ്ടാമത്തെ സൗത്ത് ഇന്ത്യൻ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ശങ്കരൻ നായർ എന്ന് പറയുന്നത്, C ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒന്നാം സ്ഥാനം, അതായത് ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് P അനന്തചാർലു ആണ്. P അനന്തചാർലു ആണ് കോൺഗ്രസ് പ്രസിഡന്റായ ഫസ്റ്റ് ദക്ഷിണേന്ത്യൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? അത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഹരിപുര സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഇനി 1907 സൂററ്റ് സ്പ്ലിറ്റ് നടന്ന സമയത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അതായത് മിതവാദികളും തീവ്രവാദികളുമായിട്ട് കോൺഗ്രസിലെ അംഗങ്ങൾ വേർപിരിഞ്ഞു പോയ ഒരു സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത്? സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. ഇനി നോക്കിയേ, ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1924 ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. സൂററ്റ് സ്പ്ലിറ്റ് നടന്നതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ പോയിന്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് 1924 ബെൽഗാം സമ്മേളനത്തിലായിരുന്നു. ഇനി നോക്കിക്കേ, 1917 കൽക്കട്ട സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ആണ് എന്ത്? 1917 കൽക്കട്ടയിലെ കോൺഗ്രസ് സെക്ഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നത്. ഇനി 1924 ബെൽഗാമിൽ വെച്ച് ഗാന്ധിജി പ്രസിഡന്റായി കോൺഗ്രസ് സെക്ഷനെങ്കിൽ 1925 കാൺപൂർ സെക്ഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് നമ്മുടെ സരോജിനി നായിഡു ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് സെക്ഷൻ്റെ പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയുമായിരുന്നു ആര്? സരോജിനി നായിഡു എന്ന് പറയുന്നത്. അപ്പോൾ 1924 ഗാന്ധിജിക്ക് ശേഷം തൊട്ടടുത്ത വർഷമാണ് ആര്? സരോജിനി നായിഡു കോൺഗ്രസ് സെക്ഷൻ്റെ പ്രസിഡന്റ് ആവുന്നത്. കാൺപൂർ സെക്ഷനായിരുന്നു നടന്നത്. അതായത് ആദ്യത്തെ ഇന്ത്യൻ വനിതയും രണ്ടാമത്തെ വനിതയായിരുന്നു. 1917 ആനി ബസന്റ് എന്താണ് നമ്മുടെ INCയുടെ പ്രസിഡന്റായി. അതിനുശേഷം രണ്ടാമത് പ്രസിഡന്റായ വ്യക്തിയാണ് ആര്? സരോജിനി നായിഡു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ സി, അമരാവതി സെക്ഷനാണ്. ഇനി നോക്കി, അടുത്തത് APJ അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് തന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ആ വ്യക്തി ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ തന്നിട്ട് അതിനകത്ത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ഏതാണ് തെറ്റ് ഏതാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേ പാറ്റേൺ ഫോളോ ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യനാണ് ഇപ്രാവശ്യം ചോദിച്ചത്. APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. നോക്കിയേ, ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. തെറ്റാണ്. ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പോയിന്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അഗ്നിസാക്ഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോഴേ പെട്ടെന്ന് അഗ്നിച്ചിറകുകൾ എന്നുള്ളത് അഗ്നിസാക്ഷി എന്ന് കണ്ട് എന്ത് ചെയ്യരുത്? നമ്മൾ ശരിയാണെന്ന് വിചാരിക്കരുത്. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇത് കറക്റ്റാണ്. ഇദ്ദേഹം എന്താണ്? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ നോക്കിക്കേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പം തെറ്റാണോ ശരിയാണോ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കി വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. അപ്പം ഇത് നമുക്കൊരു ഓപ്ഷനിൽ ഉത്തരം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 1ഉം 4 മാർക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷേ ഇവിടെ നോക്കി ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏതെന്നാണ്. അതായത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ഇവിടെ തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കീവേഡ് നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ വേണം. അപ്പോൾ നോക്കിയേ, ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. അഗ്നിസാക്ഷിയല്ല, അഗ്നിച്ചിറകുകളാണ് എന്ത് ഇദ്ദേഹത്തിൻ്റെ ബുക്കെന്ന് പറയുന്നത്. നോക്കി, ഇദ്ദേഹം ജനിച്ച വർഷം 1931 ഒക്ടോബർ 15. 1931 ഒക്ടോബർ 15 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനായ എന്നാൽ രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയുടെ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായ എന്നാൽ രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയുടെ പ്രസിഡന്റാണ്
ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പീപ്പിൾസ് പ്രസിഡന്റ് എന്നാണ്, ജനങ്ങളുടെ പ്രസിഡന്റ് എന്നാണ്, അല്ലെങ്കിൽ പീപ്പിൾസ് പ്രസിഡന്റ് എന്നാണ് ആരറിയപ്പെട്ടിരുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം അറിയപ്പെട്ടിരുന്നത്. 1 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. 1 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. അതേപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. സിയാച്ചിൻ ഗ്ലേസിയർ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാർഫീൽഡാണ് ഏതെന്ന് പറയുന്നത്, സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഇവിടം സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആരെ? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് ബില്യൺ ബീറ്റ്സ്. ഏതാണ്? ബില്യൺ ബീറ്റ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയും. അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ആണ് എന്ത്? ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓൾഡർ ചെയ്താണ് എന്ത്? അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരുന്നത്. ഇനി നോക്കി, ഇദ്ദേഹം അവസാനമായി രചിച്ച പുസ്തകമാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ഇദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകമാണ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997. ഇദ്ദേഹം അന്തരിച്ചത് 2015 ജൂലൈ 27-നാണ്. 2015 ജൂലൈ 27-നാണ് ആരന്തരിക്കുന്നത്? നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത്രയാണ് അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി വരുന്ന പരീക്ഷയ്ക്കും ഇതുപോലെ നമ്മൾ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് തന്നിട്ട് ആരാണെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനോ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും വരുന്ന എക്സാംസിന് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി നോക്കി, അടുത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ ചോദ്യം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം ആ ഫേസിലും ഉണ്ടായിരുന്നു. ഈ സെയിം വ്യക്തിയെക്കുറിച്ച് തന്നെയുള്ള ചോദ്യം ആ ഫേസിലുണ്ടായിരുന്നു. ആരാണ്? VP മേനോനാണ്. VP മേനോനാണ് എന്ത്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച വ്യക്തിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന VP മേനോൻ. നോക്കിയേ, ഈ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേലും VP മേനോനും ചേർന്ന് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അത് രൂപീകരിച്ച ഒരു കരാറാണ് ലയന കരാർ എന്ന് പറയുന്നത്. ലയന കരാർ അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ലയന കരാർ തയ്യാറാക്കിയത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ്. നാട്ടുരാജ്യ വകുപ്പ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നായിരിക്കും? 1947 അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷം തന്നെയാണ്. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇത് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. കാശ്മീര്, ജുനഗഡ്, അതേപോലെ തന്നെ ഹൈദരാബാദ്. കാശ്മീര്, ജുനഗഡ്, ഹൈദരാബാദ് ഈ 3 നാട്ടുരാജ്യങ്ങളും എന്ത്? അന്ന് ഇന്ത്യയുമായിട്ട് ലയിക്കാനായിട്ട് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. VP മേനോൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഇതായിരുന്നു ഫസ്റ്റ് നമ്മുടെ ഫേസിൽ ചോദിച്ചിരുന്ന പോയിൻസിനകത്ത് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നിരുന്ന 2 പോയിൻറ്റ്സ് ആണ്. ഏത്? VP മേനോൻ്റെ പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത് കാണുമ്പോൾ തന്നെ, ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? VP മേനോനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെയിം വ്യക്തിയെക്കുറിച്ച് തന്നെ ഫസ്റ്റ് ഫേസിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 3rd 4th ഫേസ് പഠിക്കുമ്പോൾ അതിനകത്തും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം VP മേനോനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഉറപ്പിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നോക്കിയേ, 5ാമത്തേതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണെന്നുള്ള എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഒരു ഫേസിൽ ചോദിച്ചിരിക്കുന്ന ആരാണ്? റൂസോയാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഫേസിലും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട ആ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടെയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ വോൾട്ടെയറും, പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ റൂസോയുമാണ്. മാറിപ്പോവരുത്. അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ആരാണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഇത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 വിശേഷണങ്ങൾ മാറിപ്പോവരുത്. പിതാവാണെങ്കിൽ വോൾട്ടെയർ ആണ്, പ്രവാചകനാണെങ്കിൽ റൂസോയാണ്, ശിശു ആണെങ്കിൽ ആരാണ്? നെപ്പോളിയൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്.
സോഷ്യൽ കോൺട്രാക്റ്റൊക്കെ ഒത്തിരി വട്ടം PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ്. ഈ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ അത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ റൂസോയാണ്. അപ്പം റൂസോയുടെ പുസ്തകമാണ് ഇത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഈ പറയുന്ന സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാന ആശയമാണ് റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട പുസ്തകമാണ് ഇത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇതിനകത്ത് വന്ന മറ്റൊരു ഓപ്ഷനാണ് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത് അല്ലേ. ഈ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വോൾട്ടയർ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവാണ്. റൂസോ ആണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ്. മൊണ്ടസ്ക്യൂ ആണെങ്കിൽ ആ സമയത്ത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ്. ഓക്കെ, ഇനിയാണ് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ആര്? ലൂയി 14 എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാര്യം ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കിക്കേ, വോൾട്ടയറിൻ്റെ പ്രധാന കൃതിയാണ് ഏതെന്ന് പറയുന്നത് കാൻഡിഡ് എന്ന് പറയുന്നത് ഇനിമേ ചോദിക്കാം. ഇത്രയും നേരം സോഷ്യൽ കോൺട്രാക്റ്റും റൂസോയും ഒക്കെ ആയിരുന്നു വന്നതെങ്കിൽ ഇനി ചോദിക്കാം ഏത് വോൾട്ടയറിൻ്റെ പ്രധാന കൃതി ഏതാണെന്ന് ചോദിക്കാം. അത് കാൻഡിഡ് ആണ്. ഇനി പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് ആര്? വോൾട്ടയർ എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തെയും അതേപോലെ തന്നെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മൊണ്ടസ്ക്യൂ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വോൾട്ടയർ ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഇനി ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച മൊണ്ടസ്ക്യൂവിൻ്റെ മൊണ്ടസ്ക്യൂ ആണ് എന്ത് നമ്മുടെ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത്. അതേപോലെ തന്നെ റൂസോയുടെ ഒരു ഫേമസ് കോട്ടാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. ചോദിക്കാം ഇത് ആരുടെ കോട്ടാണെന്ന് വേണേൽ ചോദിക്കാം. അത് റൂസോ പറഞ്ഞതാണ്. ഓക്കെ, റൂസോ പറഞ്ഞതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എല്ലാ ഫേസിലും ചോദ്യം ചോദിച്ച ഒരു ഏരിയയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റ്സും ഓർത്ത് വെച്ച് പഠിക്കുക. പ്രധാനമായിട്ട് തത്വചിന്തകരും കോട്ട്സുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ 4th ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഫേസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നോക്കി, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിന് ഏറ്റവും പ്രശസ്തമായ വാക്യങ്ങളാണ് ഏത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം ഇതെന്തല്ല? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പോയിൻ്റ് അല്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് തന്നിരിക്കുന്നത് എനിക്ക് ശേഷം പ്രളയം എന്നതാണ്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്? നമ്മുടെ ഫ്രഞ്ച് ചക്രവർത്തിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൂയി 15 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത്. അപ്പം ഈ 2 പോയിന്റ്സും എന്തുവാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമുക്കറിയാം ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായവ? 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയർ ആണ്. പ്രവാചകൻ റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ് വീണ്ടും ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. എന്ന് നോക്കിയേ, വിപ്ലവങ്ങളുടെ മാതാവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി രാജ്യം എന്ന് പറയുന്നത് പ്രദേശമല്ല, ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ്. യൂറോപ്പിലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് കാരണമായ വിപ്ലവമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്തതാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഇതിനകത്ത് ഏത് തമ്പുരാനാണ് എന്നാണ് സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഓപ്ഷൻ 1-2 പേരെ നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ഒന്ന് മാർത്താണ്ഡവർമ്മ, എന്തായാലും മാർത്താണ്ഡവർമ്മയല്ല, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ഉള്ളത് നമുക്ക് ശ്രീ ചിത്ര തിരുനാളാണ്. മഹാരാജ കേരളവർമ്മയാണ് ഉണ്ട്. പിന്നെ EMS നമ്പൂതിരിപ്പാട്. ഇതിനകത്ത് മാർത്താണ്ഡവർമ്മയും അല്ല, EMS നമ്പൂതിരിപ്പാടും അല്ല നമുക്കറിയാം.
പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 2 പേരാണ് ചിത്ര തിരുനാളും മഹാരാജ കേരളവർമ്മയും. കൺഫ്യൂഷൻ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഐക്യ കേരളത്തിന് ശേഷം, അതായത് കൊച്ചി തിരുവിതാംകൂർ ലയനത്തിന് ശേഷം രാജപ്രമുഖമായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ശ്രീ ചിത്ര തിരുനാൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ ഐക്യ കേരള തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാരാജ കേരളവർമ്മയാണ്. കൊച്ചി രാജാവായിരുന്ന മഹാരാജ കേരളവർമ്മ, അല്ലെ കേരളവർമ്മ ഏഴാമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഇനി രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാലും അത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വിദേശ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ രാജാവ്, ഇത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു ഈ ഒരു പോയിന്റ്, അതാരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. 1-ാം തൃപ്പടിദാനം നടത്തിയ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ കുറേ പഴക്കമുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഈ 1-ാം തൃപ്പടിദാനം, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പ്രത്യേക വില്ലേജ് ഓഫീസ് അതിനൊക്കെ നൽകിയ ഓരോ സെക്ഷനായിട്ട് തിരിച്ചത്, അതൊക്കെ ആരുടെ പേരിലായിരിക്കും? മാർത്താണ്ഡവർമ്മയായിരിക്കും. പക്ഷേ ഐക്യ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു രാജ്യഭരണം അവസാനിക്കുന്നതിനോടൊപ്പം വന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും മാർത്താണ്ഡവർമ്മ ഉത്തരമായിട്ട് വരത്തില്ല. EMS നമ്പൂതിരിപ്പാടും ഉത്തരമായിട്ട് വരത്തില്ല. പിന്നെ വരുന്ന 2 തമ്പുരാക്കന്മാരാണ് ശ്രീ ചിത്ര തിരുനാളും കേരളവർമ്മ തമ്പുരാനും. മഹാരാജ കേരളവർമ്മ അല്ലെങ്കിൽ ഓപ്ഷനിൽ കേരളവർമ്മ ഏഴാമൻ എന്ന് കൊടുത്താലും അതും ആര് തന്നെയാണ്? ഐക്യ കേരളം തമ്പുരാനാണ്. നമ്മുടെ ഈ മഹാരാജ കേരളവർമ്മ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരളവർമ്മ ഏഴാമൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കി, തിരുവിതാംകൂറിലെ അവസാന രാജാവാണ് ആര്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത്. തിരുക്കൊച്ചി സംയോജന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്നത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു. തിരുക്കൊച്ചിയിലെ രാജപ്രമുഖ സ്ഥാനം വഹിച്ച ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്ര തിരുനാൾ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയുടെ ലയനത്തിനായി നിലകൊണ്ട രാജാവാണ് ആര്? കേരളവർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഐക്യ കേരളം തമ്പുരാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലയനത്തിന് വേണ്ടി നിലകൊണ്ട അല്ലെങ്കിൽ മുന്നിട്ട് നിന്നിരുന്ന തമ്പുരാനാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരളവർമ്മ എന്ന തമ്പുരാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഐക്യ കേരളം തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ശ്രീ ചിത്ര തിരുനാളും ഇദ്ദേഹം തമ്മിൽ മാറിപ്പോകരുത്. രാജപ്രമുഖമായിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ചിത്ര തിരുനാളാണ്. ഇനി നോക്കി, അടുത്തത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് ഇത് തന്നെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ചിരുന്നു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പോയിന്റ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്നു നമ്മുടെ ചോദ്യപേപ്പറിൽ. ഇനി നോക്കി, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള, ഇത്രയുമാണ് എന്ത്? നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കാൻ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 1942 സംഭവമാണ്, കറക്റ്റാണ്. അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917 നടക്കുന്നത്. എന്ത്? നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഇടപെട്ട ഒരു സത്യാഗ്രഹമാണ് ഇത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ചാന്നാർ ലഹള എന്തല്ല? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അല്ല. ഇനി നോക്കിക്കേ, അപ്പോൾ ഇതിന് ഏതൊക്കെ കറക്റ്റാണ്? 1 കറക്റ്റാണ്, 2ാമത്തത് കറക്റ്റാണ്, 3ാമത്തത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ, ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ശരിയായവയെ നോക്കുക, മാർക്ക് ചെയ്യുക, അതിനുശേഷം സബ് ഓപ്ഷൻ പിക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹം തിങ്കാതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സത്യാഗ്രഹമാണ്. അതായത് കർഷകർ അവർക്കുള്ള കൃഷിഭൂമിയിൽ 20ൽ 3 ഭാഗത്ത് എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യണം എന്ന ഒരു സമ്പ്രദായമാണ് ഇത് തിങ്കാതീയ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അനുഷ്ഠിച്ച സത്യാഗ്രഹമാണ് ഇത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ ഒരു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വഴി എന്ത് ചെയ്തതിന് മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത്. ഇനി ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഈ 2 പോയിന്റും ഇങ്ങനെ തന്നെ വേണേലും ചോദിക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിക്കാം, ചമ്പാരനാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച 2ാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. 2ാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് ഇത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഇനി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം, ഇപ്പോൾ കോൺഗ്രസ് സമ്മേളനങ്ങൾ ചോദിക്കാറുണ്ട്. ഏതാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? നമ്മൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്.
ഓക്കെ, ലാഹോർ സമ്മേളനം വർഷം 1929. എപ്പോഴും ലാഹോർ സമ്മേളനം ചോദിക്കാറുണ്ട്. 1929 ലാഹോർ സമ്മേളനം. ഇനി നോക്കി, ഞാൻ മുട്ടുകുത്തി നിന്ന് അപ്പം യാചിച്ചു, അങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത് കല്ലുകളാണ് എന്നത് ആരുടെ വാക്യമാണ്, ആരുടെ കോഡ്സ് ആണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി ഇർവിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ഞാൻ മുട്ടുകുത്തി നിന്ന് അപ്പം യാചിച്ചു, അങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത് കല്ലുകളാണ് എന്നത് ഗാന്ധിജി ഇർവിനുമായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. എപ്പോഴും BSc ചോദിക്കാറുള്ളതാണ് ഉപ്പ് സത്യാഗ്രഹം. ഇനി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ ഇതിന് ഉപ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ അവരെ വിലക്കുകയും അതേപോലെ തന്നെ നമുക്ക് നികുതി കൊടുക്കാനുള്ളത് ഉപ്പിനാണ് കൂടുതൽ നികുതി വെച്ചിരുന്നത്. അപ്പം അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിൻ്റെ 1/3 ഭാഗവും നികുതിയും ഏതിനായിരുന്നു, ഉപ്പിനായിരുന്നു അവർ വെച്ചിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ നിസ്സഹകരണ നിയമലംഘന പ്രസ്ഥാനത്തിന് വേണ്ടി ഉപ്പ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ്. നോക്കിക്കേ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ദണ്ഡി മാർച്ചോട് കൂടിയാണ്. ദണ്ഡിയും കടപ്പുറത്തേക്കുള്ള ഗാന്ധിജിയുടെ ആ ഒരു യാത്രയെ തുടർന്നാണ് ആരംഭിക്കുന്നത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലാഹോർ സമ്മേളനമാണ്. കാര്യം ഇപ്പോൾ സമ്മേളനങ്ങൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് സമ്മേളനങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, വർഷം ചോദിക്കാറുണ്ട്, എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 1929 ആണെങ്കിൽ അതെന്താണ്, ലാഹോർ സമ്മേളനമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കുറവാണ്, അതായത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയതുകൊണ്ട് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹിസ്റ്ററി സെക്ഷനിൽ നിന്ന് കുറവാണ്. ഇനി നോക്കി, ഇതിനകത്ത് വന്ന അടുത്തൊരു ചോദ്യമാണ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചത്. ഖിലാഫത്ത് നേതാക്കൾ നമ്മളെപ്പോഴും പഠിക്കുന്ന ചോദ്യമായതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു ചോദ്യമായിരുന്നു. ഏതാണ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, എന്താണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന തുർക്കിയെ ഖലീഫയെ എന്ത് ചെയ്തു, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഖലീഫയെ ബ്രിട്ടൻ അപമാനിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയും അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഹാത്മജിയുടെ ശേഷിയുള്ള 2 കരങ്ങൾ എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് ആര്, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് മഹാത്മജിയുടെ ശേഷിയുള്ള 2 കരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തികൾ. ഇന്ന് നോക്കിയേ, അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 സെപ്റ്റംബർ 21 1919 സെപ്റ്റംബർ 21 നമ്മുടെ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുന്നത്. ഇനി ഇവരൊരു കോൺഫറൻസിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഈ ഒരു കോൺഫറൻസ് തീരുമാനിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1919 ഒക്ടോബർ 17 ഒക്ടോബർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മുടെ അടുത്ത് ഇതൊക്കെ ചോദിക്കാറുണ്ടല്ലേ, പ്രത്യേകമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ചില ദിവസങ്ങൾ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിവസമാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഖിലാഫത്ത് ദിനമായി ആചരിക്കുന്ന ദിവസം ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 17 ഓർത്തിരിക്കുക. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം 1921. ഇതിൻ്റെ വർഷം കാലഗണനാ ക്രമം അനുസരിച്ച് എഴുതാൻ വേണ്ടി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മലബാർ കലാപത്തിൻ്റെ വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരമാണ് കീഴരി അല്ലെങ്കിൽ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. നോക്കിയാൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമാണ് 1920. ഖിലാഫത്ത് പ്രസ്ഥാനം ഇത് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തുന്നത്, വർഷം 1920. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ്. അപ്പം ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതായത് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ്
സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ച നേതാക്കാരാണെന്ന് ചോദിച്ചാൽ അത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം റീസെൻ്റ്ലി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. ഇതിൻ്റെ നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. നോക്കേ, സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ഗയ സമ്മേളനം 1922. ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? CR ദാസാണ്. അപ്പോൾ 1922 ഗയ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് CR ദാസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിതമായ കമ്മിറ്റിയാണ് ഇത് നമ്മുടെ മുദിമാൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം LDCയുടെ എല്ലാ ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫേസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് മുന്നോട്ടുള്ള എക്സാംസിന് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് ഈ ഒരു LDയുടെ പരീക്ഷയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ച ക്വസ്റ്റ്യൻ്റെ റെപ്പറ്റീഷനായിട്ട് തേർഡിലും ഫോർത്തിലും ഒക്കെ വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിലേറ്റഡ് ഫാക്ട്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ക്ലാസ് കാണുക. നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. താങ്ക് യു.